ഹലോ ഗൈസ്. നമ്മുടെ അടുത്തൊരു വ്ളോഗിലേക്ക് പറഞ്ഞില്ലല്ലോ. ഹായ് പറ, ഹായ് പറ ആന്റിക്ക്, ഹായ് പറ. ഹായ് പറ. ഇവിടെ ചെന്നാണ് ഫാൻസ് ആണ്. വേദം കൊണ്ട് എവിടെ ഇറങ്ങാൻ പറ്റൂല. അവരെടുത്ത് നല്ല സ്ട്രീം റിസപ്ഷനിസ്റ്റ് ആണ്. ഓക്കെ, നമ്മൾ അങ്ങനെ ഇന്ന് ടിബിലിസിയിലാണ്. ടിബിലിസി ഇതുവരെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തില്ല. നമ്മൾ ദൂരമുള്ള സംഭവം ആദ്യമേ കഴിഞ്ഞു. റെന്റ് കാർ എടുത്തു, അത് സേഫായിട്ട് ഇന്ന് രാവിലെ തിരിച്ചു കൊടുത്തു. സോ ആക്ച്വലി ലാസ്റ്റ് ഡേയ്സിൽ നമ്മൾ റെന്റ് കാർ യൂസ് ചെയ്യുന്നത് റിസ്ക് ആണ്. അത് പ്രിഫർ ചെയ്യുന്നില്ല. ബിക്കോസ് ഇപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് സംഭവിച്ചാലും നമുക്ക് ലാസ്റ്റ് അതിൻ്റെ പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കേണ്ടി വരും. എന്താണെന്ന് അറിയില്ല. ഫുള്ളി ഇൻഷുർഡ് ആണ് കാറൊക്കെ, ബട്ട് സ്റ്റിൽ വി ഡോണ്ട് നോ. സോ ആ റിസ്ക് എടുക്കുന്നില്ല. ആൻഡ് ലാസ്റ്റ് ഡേ നമ്മൾ ടിബിലിസിയാണ്. അതെ, നമ്മൾ മെക്ക പാലസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. ടിബിലിസിയുടെ ഒത്ത സെൻട്രലാണ് ഇതുള്ളത്. കണ്ടോ, ബാക്കി കാണുന്നത് ടിബിലിസി ബ്രിഡ്ജാണ്, പീസ് ഓഫ് ബ്രിഡ്ജ്. ഇവിടെയാണ് റൂം എടുത്തത്. പക്ഷേ ഇവിടെ ആരും റൂം എടുക്കാൻ വേണ്ടി നമ്മൾ സജസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഒരു ദിവസത്തേക്ക് ഇവിടെ എന്താ വാക്കിംഗ് ഡിസ്റ്റൻസിലെല്ലാം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എടുത്തതാണ് അല്ലേ. കുറച്ച് പഴയതാണ് ഇത്, കുറച്ച് പഴയൊരു ഹോട്ടലാണ്. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. AC ആയാലും ഹീറ്ററിന്റെ എല്ലാം ഉണ്ട്. പക്ഷെ അതൊന്നും ഇപ്പൊ നമ്മൾ കെയർ ചെയ്യുന്നില്ല ഒരു ദിവസത്തേക്കല്ല. വേദയ്ക്ക് ബലൂണിൽ കയറണ്ടേ? ബലൂണിൽ കയറണ്ടേ? ഈ ബലൂൺ ആക്ച്വലി മേലേക്കും താഴേക്കും പോകും. കയറി നമുക്ക് അതിൽ കയറി നമുക്ക് നോക്കാം. വാ, എന്താ ബലൂണിൽ വേദയ്ക്ക് കയറണോ? എന്നോ എന്നാ വാ കയറാം. വാ, ലാസ്റ്റ് കരയിലിരുന്നേ. വാ, ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ളൊരു സിറ്റിയാണ് കേട്ടോ. നിറയെ ടൂറിസ്റ്റുകൾ. നമുക്ക് മേളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷയില്ലാത്ത വ്യൂ ആണ്. പോലീസാണ് ഇവിടുത്തെ സ്കോഡയാണ് യൂസ് ചെയ്യുന്നത്. ഒരു പോർഷയുടെ അടിപൊളി കാർ കിടക്കുന്നത്. പഞ്ചറാണോ? ഇത് കാറ്റൊന്നുമില്ലല്ലോ. ഇവിടെ ഒരു സിറ്റി ടൂർ ബസ് പോകാനായിട്ട് 1 മണിക്കൂർ 5 മിനിറ്റ് പോകാനായിട്ട് ഒരാൾക്ക് 40 ലാരി ഈച്ച്. വേറൊരു ബോട്ട് സർവീസ് ഉണ്ട്, അത് ഒരാൾക്ക് പോകാനായിട്ട് 30 ലാരി ഈച്ച്. എനിക്ക് കൂടെ 60 ലാരി. പക്ഷെ ആ ബോട്ട് കൊള്ളാം. പക്ഷെ കോമഡി എന്തെന്നറിയോ, ആ 30 ലാരിയുടെ എടുക്കുവാണെങ്കിൽ ബസ്സിൽ ഫ്രീ ആയിട്ട് നമുക്ക് റൗണ്ട് കൂടെ അടിച്ചിട്ട് ആണ് 30 ലാരിയുടെ ബോട്ടിൽ പോകുന്നത്. സോ വി തോട്ട് നമ്മൾ ഇതെടുക്കാം. ഏത് ബോട്ട് എടുക്കാം. പക്ഷെ അതിന് മുമ്പ് നല്ല വിശപ്പുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു എന്താ പറയുക, ഒരു ഹിസ്റ്റോറിക് ഹോട്ടലായതുകൊണ്ട് അവിടെ ബ്രേക്ക്ഫാസ്റ്റില്ല, ഒന്നുമില്ല. നമ്മളിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വെളിയിറങ്ങണം. ഒന്നും കിട്ടുന്നില്ല, അതാണ് സത്യം. സോ ഒരു ബണ്ണെങ്കിലും കിട്ടുമെന്ന് നോക്കി നടക്കുവാണ്. സത്യം പറ, ഏതൊക്കെ വിശക്കുന്നുണ്ടോ? നല്ല വിശപ്പുണ്ടോ? അമ്മയെടുത്ത് വരെ വിശക്കുന്നെന്ന്. നമ്മളിവിടെ അല്ലേ കയറാൻ വന്ന ഈ റെസ്റ്റോറൻറ്റില്? എനിക്കറിയില്ല. നല്ല റോഡ് കേട്ടോ, കല്ലായിട്ടേക്കുന്ന ഒരു വേറെ ടൈപ്പ് കല്ല്. ഈ റോഡൊക്കെ കണ്ട ഫുള്ള് ഇങ്ങനെ മാറി മാറി മാറി. അയ്യോ, അടിപൊളിയല്ലേ? നല്ല വിശപ്പുണ്ട്. മെനു കൊണ്ട് വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും നമ്മൾ സ്വപ്നം പോലും കാണണ്ട കേട്ടോ. ഒന്നും ഇവിടെ കിട്ടത്തില്ല. ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നത് ഭാഗ്യമായിട്ടിരിക്കുമല്ലോ. വേദ ഭയങ്കര തിരക്കിൽ നടക്കുക. ഡേ എന്തുവാ? അയാളാണ് ഇപ്പൊ കട തുറന്നതേ ഉള്ളൂ. എന്തൊക്കെയോ ഓർഡർ ചെയ്യുന്നു നമ്മളോട് ചോദിക്കാതെ. ഐസ്ക്രീം മേടിക്കാൻ ഒരു ലാറ്റെ മേടിച്ച് രക്ഷയില്ല അല്ലേ അമ്മ? ശരിക്കും സൂപ്പർ. ഇവിടെ വന്നിട്ട് നമ്മൾ ചായ വാങ്ങരുത്. അതെ, ചായ ഇവിടെ അത്ര പോരാ. ഇത് കൊള്ളാം. പക്ഷേ ഈ ലാറ്റെ അമ്മൂന് പാൻ കേക്കും ക്രീംസും അത് പൊളിയാന്ന് തോന്നുന്നു. തരും. നമ്മൾ പാസ്തയാണ് രാവിലെ കഴിക്കുന്നത്. കൊള്ളാം തോന്നുന്നു. കഴിച്ചില്ല. ഷോർട്ട് ക്ലാസ് ഒക്കെ എടുത്തോണ്ടായിരുന്നു. എന്താ വേദ നീ പറഞ്ഞേ? ഇന്നെ ബർത്ത്ഡേയും കൂടെ ആണ്. ഓർത്തല്ലോ. ഒരു ബ്യൂട്ടിഫുൾ കഫേ ആണ് കേട്ടോ. എനിക്ക് വയ്യ. എവിടെ ചെന്നാലും വേദ കാരണം ഫുള്ള് ഡിലേയാ.
വേദ അങ്ങോട്ട് വേദ. ഇത് നോക്കി ടിബിലിസി സിറ്റിക്ക് ഫുള്ള് ഇങ്ങനെ കയറ്റം ഇറക്കമൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പഴയ ബിൽഡിങ്സും പഴയ ടൈപ്പ് ഓഫ് കഫേസും ഒക്കെ ആയിട്ട് അല്ലേ അമ്മ? അടിപൊളി. ഏതൊക്കെയില്ലേ? അച്ഛനില്ലേ ഉമ്മ? താങ്ക് യു. അമ്മ എക്സൈറ്റഡ് ആണോ ബോട്ടിൽ കയറാൻ? ബോട്ടിൽ കയറാൻ എക്സൈറ്റഡ് ആണ്. ബോട്ട് നല്ലതായിരിക്കുമോ? We don't know. Let's try. എന്ത് പറ്റി? ബോട്ടിങ് നല്ലതായിരിക്കുന്നല്ലോ. ബോട്ട് നല്ലതായിരിക്കും. മുങ്ങത്തൊന്നുമില്ല, പേടിക്കണ്ട. ഈ പള്ളിയുടെ വ്യൂ പൊളിയല്ലേ? അറിയില്ല. ഹലോ ഹലോ. വേദയ്ക്ക് പപ്പയെ കാണണോ? ബാ ഓടി വാ വന്ന കുഴപ്പമില്ല, ഫ്രണ്ട്ലിയാ. ഇറക്കി വിടറാ. പന്ന പട്ടിയൊന്നും അല്ല, നല്ലൊരു പട്ടി. നമ്മളിതാ ഈ വണ്ടിയിലാ പോണ. കേറിക്കോ. കാറാ? വേദ എന്തില് പോവാ? ബാക്കിൽ നമ്മളുടെ പപ്പിയുണ്ട് കേട്ടോ. അതായിരുന്നു ഇവിടുത്തെ പണ്ടത്തെ രാജാവ്. കുറച്ച് കറക്റ്റ് സിറ്റിക്ക് അകത്തോട്ട് വന്ന് നേരെ ബോട്ടിൽ കയറി ബോട്ടിൽ പോവാണ് കേട്ടോ. എനിക്കറിയില്ല, തിരിച്ചിവിടെ കൊണ്ട് വിടുമായിരിക്കും ചിലപ്പോ. ഈ പപ്പി നമ്മളിവിടെ വരുന്നുണ്ട്. ഇവളായിരിക്കും ഗൈഡ് ചിലപ്പോ. പട്ടിയല്ല ഈ പെണ്ണ് ഹലോ എന്നൊക്കെ പറഞ്ഞേ. ഹലോ. വേദ ആദ്യമായിട്ട് ലൈഫ് ജാക്കറ്റ് കേട്ട് ബോട്ടിൽ കയറാൻ പോവാണ്. വേദ പിടിച്ചിരുന്നോണം കേട്ടോ ബോട്ടില്. ഹാപ്പി. കാറ്റത്തൊക്കെ വീടാൻ പോകും. വേദ നമ്മൾ എവിടെ കയറാൻ പോണ്? ബോട്ടിൽ കയറാൻ പോണ്. ബോട്ടിൽ വേറെ. ഈ ബോട്ട് ട്രിപ്പിനോട് തന്നെ ഫ്രീ ആയിട്ടൊരു വൈനും കൂടെ ഉണ്ട്. ഇല്ല, അതിൻ്റെ കൂടെ ഉള്ളതല്ലോ ഇത്. സംബന്ധിച്ച് ഇത്രയും കിട്ടുന്ന ഒരു ബോട്ട് ട്രിപ്പിനെ വിത്ത് വൈൻ ജസ്റ്റ് 30 റിയാലേ അവർ ചാർജ് ചെയ്യുന്നുള്ള. ആക്ച്വലി നമ്മളുടെ പൂവാറുള്ള ബോട്ടിങ് വരെ 4000 റുപ്പീസാണ് അവർ ചോദിക്കുന്നത്. അത് ഇതിനെക്കാട്ടി ഭയങ്കര പ്രൈസാണ്. ഇത്രയും വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് അത് കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏതൊക്കെ പിന്നെ ഏതോടെ സീറ്റിലിരുന്നപ്പോൾ ഓക്കെ അല്ല, ഹാപ്പി ആയി. ഈ കേബിൾ കാർ പോകുന്നുണ്ട്, നമ്മളിതിൽ ഇതുവരെ കയറിയില്ല. വാട്ടർഫോളൊക്കെ കാണാൻ പറ്റുന്ന പറയുന്നത്. നമ്മുടെ ഈ ബോട്ടിംഗ് നടക്കുന്ന നദിയുടെ പേര് മട്സ്ക്വാരി നദി എന്നാണ്. ഇത് ഒറിജിൻ എന്ന് പറയുന്നത് ടർക്കിയാണ്. ജോർജിയ, അസർബൈജാൻ, ടർക്കി ഈ രാജ്യങ്ങളിലൂടെയൊക്കെ ഒഴുകുന്നുണ്ട്. ജോർജിയയിലേക്ക് വരുമ്പോൾ ടിബിലിസി സിറ്റീനെ ഈ നദി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു സ്ഥലം ഓൾഡ് ടിബിലിസി സിറ്റിയും അതുപോലെ മറ്റേ ഭാഗം എന്ന് പറയുന്നത് പുതുതായിട്ട് രൂപപ്പെട്ടു വന്ന ടിബിലിസി സിറ്റിയാണ്. ഈ രണ്ട് സ്ഥലങ്ങളുടെയും കൂടെ കണക്ട് ചെയ്തിട്ടാണ് പീസ് ഓഫ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നതാണ് പീസ് ഓഫ് ബ്രിഡ്ജ്. നമുക്ക് ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിടത്തേക്കുള്ള നമ്മുടെ കമ്മ്യൂട്ടേഷൻ ഈസിയാണ്. പിന്നെ ഇവിടുത്തെ പ്രധാന ഇതെന്ന് പറയുന്നത് ബോട്ടിങ് തന്നെയാണ്, ഈ നദിയിലോട്ടുള്ള ബോട്ട്. നദിയിലൂടെയുള്ള ബോട്ടിങ് 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെയുള്ള ബോട്ടിങ് അവൈലബിൾ ആണ്. നമ്മൾ 30 മിനിറ്റിൻ്റെയാണ് എടുത്തത്. നമ്മുടെ പോകുന്ന വഴിക്ക് മെത്തേക്ക് ചർച്ച്, നരിക്കാല കോട്ട, അതുപോലെ സൾഫർ ബാത്തിൻ്റെ സ്ഥലങ്ങൾ, പിന്നെ കുറച്ച് റെസ്റ്റോറൻറ്റ്സ്, ഹോട്ടൽസ്, ബ്രിഡ്ജ് ഓഫ് പീസ്, ഇതെല്ലാം നമുക്ക് ഈ ബോട്ടിങ്ങിൻ്റെ വഴിയിൽ കാണാൻ പറ്റും. നമുക്ക് കുറച്ച് ദൂരെ നിന്ന് വരുമ്പോൾ ഈ വാട്ടർഫോൾ കാണാൻ പറ്റും. അടുത്ത് ചെന്നിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. അവിടെ ആയിട്ട് ഒരുപാട് പക്ഷികൾ, നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് പക്ഷികൾ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ബോട്ടിൽ കയറി വേറെ ഏതോ ലോകത്ത് ചെന്ന പോലെ ഇരിക്കും ഈ ഒരു പർട്ടിക്കുലർ സ്ഥലം. ടിബിലിസി ബോട്ടിംഗ് വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. ആക്ച്വലി നല്ലതായിരുന്നു അല്ലേ? നല്ലൊരു ഇവിടുത്തെ ആൾക്കാരൊക്കെ നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ എൻജോയ് ചെയ്യുന്ന വേറെ വേറെ രീതിയിലല്ലേ ഇവിടുത്തെ. അതായത് വേറെ റഷ്യയിൽ നിന്ന് വന്നവരും വേറെ രാജ്യങ്ങളിൽ നിന്ന് വന്നവരെല്ലാവരും
ഈ നമ്മൾ നോക്കാത്ത സംഭവങ്ങൾ നോക്കിയാണ് അവർ എൻജോയ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചാ നമ്മൾ നോക്കുന്ന ഈ ബിൽഡിംഗ് ഒക്കെ ഈ മതിലിൻ്റെ അവിടെ നിന്ന് അതായത് പാറയുടെ മേളിൽ നിന്ന് ഇങ്ങനെ വെളിയിലേക്ക് ഇരിക്കുന്നതൊക്കെ അത്ഭുതത്തോടെ നോക്കുമ്പോൾ അവരതൊന്നും നോക്കുന്നില്ല. അതായത് ബേസ്മെന്റ് ഇല്ല, ഒരു കമ്പിയിലൊക്കെ താങ്ങി നിർത്തിക്കുക. പക്ഷെ അവർക്ക് അതൊന്നും അല്ല എക്സൈറ്റിങ്. അവർക്ക് വേറെ ആ ഒരു വൈബ്, ആ ഒരു കാറ്റൊക്കെ അടിച്ച് ആ പാട്ട് കേട്ട് പോകുന്ന ഒരു രസമാണ്. പക്ഷെ അത് നല്ലതായിരുന്നു. അപ്പോൾ നമ്മൾ ടിബ്ലീസിൻ്റെ ഫസ്റ്റ് വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. വേദമോൾ ഉറങ്ങി. സോ നമ്മൾ റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് അടുത്ത ആയിട്ട് ഇറങ്ങുന്നതാണ്. അതിൽ ലഞ്ചും നെക്സ്റ്റ് എവിടെ ടിബ്ലീസിൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുക, പോകാൻ പറ്റുക, വാക്കബിൾ ഡിസ്റ്റൻസിൽ എന്താ ഉള്ളത് നോക്കിയിട്ട് അങ്ങോട്ട് പോകും. ഓക്കെ, ബൈ.